നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ചില സമയങ്ങളിൽ നാം എത്ര പരിശ്രമിച്ചാലും തടസ്സങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും പവിത്രവും അതീവ ശക്തിയേറിയതുമായ ഒന്നായ സാളഗ്രാമത്തെക്കുറിച്ചും അതിനോടൊപ്പം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ ആരാധിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചേക്കാം. എന്താണ് സാളഗ്രാമം? നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ മാത്രം പ്രകൃതിദത്തമായി രൂപപ്പെടുന്ന വളരെ അപൂർവമായ ശിലാഖണ്ഡങ്ങളാണ് സാളഗ്രാമം. ഇത് വെറുമൊരു കല്ലല്ല, കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജവും സ്പന്ദനവും തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്ന ഒരു ദിവ്യശിലയാണിത്. ചുറ്റുപാടുകളിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഇതിന് അപാരമായ കഴിവുണ്ട്. സാളഗ്രാമവും മഹാവിഷ്ണുവും തമ്മിലുള്ള ബന്ധം. ഹൈന്ദവ വിശ്വാസപ്രകാരം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സ്വയം ഉണ്ടായ രൂപമാണ് സാളഗ്രാമം. ഭഗവാൻ ഭൂമിയിൽ കുടികൊള്ളുന്ന ഏറ്റവും പവിത്രമായ അധിവാസ കേന്ദ്രമാണിത്. ഇതിൽ കാണപ്പെടുന്ന സുദർശന ചക്രത്തിൻ്റെ അടയാളങ്ങൾ ഇതിനെ മഹാവിഷ്ണുവിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യമായി കണക്കാക്കാൻ കാരണമാകുന്നു. ഇതിൽ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല, കാരണം ഇതിൽ ഭഗവാന്റെ ചൈതന്യം എപ്പോഴുമുണ്ട്. സാളഗ്രാമവും പരമശിവനും തമ്മിലുള്ള ബന്ധം. സാളഗ്രാമം അടിസ്ഥാനപരമായി വിഷ്ണു സ്വരൂപമാണെങ്കിലും ഹരിയും ഹരനും ഒന്നാണ് എന്ന അദ്വൈത തത്വമാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചില പ്രത്യേക സാളഗ്രാമങ്ങളിൽ, ഉദാഹരണത്തിന് ശിവലിംഗ സാളഗ്രാമം, പരമശിവന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. ശിവന്റെയും വിഷ്ണുവിൻ്റെയും ഊർജങ്ങൾ ഒത്തുചേരുന്ന ഒരു ബിന്ദുവായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് സൂക്ഷിക്കുന്നിടത്ത് ശിവന്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. സാളഗ്രാമവും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയും. പരമശിവന്റെയും പാർവതിദേവിയുടെയും പുത്രനായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ഭക്തരുടെ വെളിപ്പുറത്തെത്തുന്ന അതിവേഗം ഫലം നൽകുന്ന മൂർത്തിയാണ്. മഹാവിഷ്ണുവിൻ്റെ ശാന്തതയും ഐശ്വര്യവും സമാധാനവും നൽകുന്ന സാളഗ്രാമവും ശത്രുദോഷങ്ങൾ അകറ്റി കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീക്കി ആഗ്രഹസാഫല്യം നൽകുന്ന വിഷ്ണുമായ സ്വാമിയെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ജീവിതത്തിൽ സമാനതകളില്ലാത്ത ഉയർച്ച കൊണ്ടുവരും. ഇത് കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രതയും ശത്രു സംരക്ഷണവും ഒരുപോലെ ഉറപ്പുവരുത്തുന്നു. ആരാധനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൃത്യമായ നിഷ്ഠയോടെ നിങ്ങൾ സാളഗ്രാമം ആരാധിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിന് വലിയൊരു ശാന്തത ലഭിക്കും. സാമ്പത്തിക വളർച്ച. അടഞ്ഞുകിടക്കുന്ന സമ്പത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും. ബിസിനസ്സിലും കർമ്മരംഗത്തും വലിയ നേട്ടങ്ങളുണ്ടാകും. പോസിറ്റീവ് എനർജി. വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയും ദൃഷ്ടിദോഷങ്ങളും പൂർണ്ണമായും മാറി കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിറയും. സാളഗ്രാമം ആരാധിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സാളഗ്രാമം ഒരു വലിയ ഊർജ കേന്ദ്രമാണ്. അതിനാൽ വലിയ അച്ചടക്കത്തോടെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. അശുദ്ധിയോടെയോ കുളിക്കാതെയോ ഒരിക്കലും സാളഗ്രാമത്തെ സ്പർശിക്കാൻ പാടില്ല. മാംസാഹാരം കഴിച്ചുകൊണ്ടോ മദ്യപിച്ചോ പൂജാമുറിയിൽ കയറുകയോ ഇതിനെ തൊടുകയോ അരുത്. സാളഗ്രാമം ഒരിക്കലും നേരിട്ട് വെറും നിലത്ത് വയ്ക്കാൻ പാടില്ല. എപ്പോഴും പവിത്രമായ ഒരു പീഠത്തിലോ പട്ടുതുണിയിലോ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി പാത്രത്തിലോ വയ്ക്കണം. ദിവസവും ചെറിയ രീതിയിലെങ്കിലും പൂജയോ ദീപാരാധനയോ ചെയ്യാൻ കഴിയാത്തവർ ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. യഥാർത്ഥ സാളഗ്രാമം എവിടെ ലഭിക്കും? ഇന്ന് വിപണിയിൽ സാളഗ്രാമം എന്ന പേരിൽ പല വ്യാജ കല്ലുകളും കടൽ ജീവികളുടെ തോടുകളും വിൽക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥ സാളഗ്രാമം കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന
ശാസ്ത്രീയമായി ഉറപ്പുവരുത്തിയ യഥാർത്ഥ സാളഗ്രാമങ്ങൾ മാത്രമേ പൂജയ്ക്ക് ഫലം നൽകുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യത്തിനായി ഒരു യഥാർത്ഥ സാളഗ്രാമം പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പൂജിച്ച ഒറിജിനൽ സാളഗ്രാമം വാങ്ങുന്നതിനായി നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് കാരണമാകട്ടെ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.